വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിൽ വിവാദങ്ങൾക്കിടയാക്കിയ സർവേ നടപടികൾ നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നാഷണൽ ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രൊജക്ടിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടുമെന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അയ്യൻകുന്നിൽ കണ്ടെത്തിയ അടയാളങ്ങൾ ബഫർ സോൺ തിരിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചത് വലിയ തോതിൽ ആശങ്ക ഉയർത്തിയിരുന്നു. സംസ്ഥാന ചീഫ് സെക്രട്ടറിയിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷം മാത്രമേ നാഷണൽ ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രോജക്ടിന്റെ ഭാഗമായുള്ള സർവേ നടപടികൾ തുടരാവൂ എന്നാണ് കണ്ണൂർ ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശം. പ്രോജക്ടിന്റെ ഭാഗമായെത്തിയ ഉദ്യോഗസ്ഥർ ഇന്ന് കലക്ടറെ കണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി ധരിപ്പിച്ചു. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർ മുൻകൂർ അനുമതി വാങ്ങിക്കാതെ പ്രദേശത്ത് സർവേ നടപടികൾ തുടങ്ങിയതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത്. അതുകൊണ്ടുതന്നെ ജില്ലാ ഭരണകൂടം സർവേ നടപടികൾക്ക് അനുമതി നൽകില്ലെന്ന് ADM KK ദിവാകരൻ വ്യക്തമാക്കി. പ്രയോർ പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് ആരാണ് എന്താണ് ചെയ്തതെന്ന് അറിയാത്തതുകൊണ്ടുള്ളൊരു വിഷയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഗവൺമെന്റിന് അനുമതി മേടിക്കുക, ചെയ്യുക, അതിൽ വേറെ അറിഞ്ഞൊന്നുമില്ല. കലക്ടർ നിർദ്ദേശിച്ച മാതൃകയിൽ സംസ്ഥാന സർക്കാരിന് അപേക്ഷ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സീനിയർ ജിയോഫിസിസ്റ്റ് ഗൗരവ് കുമാറും ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിശ്വജിത് പാലുമാണ് ധാതു നിക്ഷേപം സംബന്ധിച്ച പഠനങ്ങൾക്കായുള്ള സർവേക്ക് നേതൃത്വം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി അയ്യൻകുന്ന് പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ ചുവന്ന അടയാളങ്ങൾ സംഘം രേഖപ്പെടുത്തിയിരുന്നു. കർണാടക വനത്തിന്റെ ബഫർ സോണായി പ്രദേശത്തെ ഉൾപ്പെടുത്തുന്നു എന്ന് അടയാളം കണ്ട് തെറ്റിദ്ധരിച്ച നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ഇനി കലോത്സവ വിശേഷങ്ങൾ. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോൽക്കളി വേദിയിൽ പ്രതിഷേധം. കാർപ്പറ്റിൽ തെന്നി വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കാർപ്പറ്റ് മാറ്റണം എന്ന് മത്സരാർത്ഥികൾ ആവശ്യപ്പെട്ടു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, എന്താണ് സംഭവിച്ചത്? ായിരുന്നു കോൽക്കളി മത്സരം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കോൽക്കളി മത്സരം ആരംഭിക്കാൻ തന്നെ 12 മണിയായി. ഒപ്പം തന്നെ ഈ വേദി ഒട്ടും യോഗ്യമല്ല എന്നാണ് ഇവരുടെ ആരോപണം. വേദിയിൽ നിന്ന് ഒരു കുട്ടി, ഒരു പാർട്ടിസിപ്പന്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറ്റ് വഴുതി വീണു എന്നാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ വേദി മാറ്റണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇവിടേക്ക് ഇപ്പോൾ DE എത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇവരെ. ഒരു സെക്കൻഡ് കയ്യോടി നീടുന്ന 5 ടീമിന് കളിച്ച് ആ 3 ടീമിന് തെറ്റി വീണ്ടും മാച്ച് തെറ്റി. ഈ DD വന്നിട്ട് മാച്ച് സ്ലിപ്പാന്ന് 3 ടീം ഊരി വീണ് തെറ്റിപ്പോയി. 3 ടീം ഊരി വീണ് തെറ്റി. ഒരു സെക്കൻഡ് കയ്യോടി ഹോസ്പിറ്റലാണ്. DD കാണുന്നില്ല. നാളെ DD ആയിരുന്നു ഷോ. ഇപ്പൊ DD കാണുന്നില്ല. DD എടുത്തു. DD വിളി ഒറ്റ ടീം കളിക്കുന്നില്ല. സ്റ്റേജിന്റെ കയ്യൊന്നൊക്കെ ഉണ്ട്. സ്റ്റേജിൽ ഒറ്റ ടീം കൊണ്ട് കളിക്കില്ല. കളിക്കൂല. സ്റ്റേജ് മാറ്റി ചക്കര കൈ സ്റ്റേജ് മാറ്റി കളി തുടങ്ങുന്ന എല്ലാ ടീമുകളും പറഞ്ഞ ഇവിടെ കളിക്കാൻ പറ്റൂല. കാർപ്പറ്റ് മാറ്റണമെന്ന് DD പറഞ്ഞത് മാറ്റാൻ പറ്റില്ല. അവിടുന്ന് മാഷന്മാരെ ഓടിച്ചുവിടുകയായിരുന്നു. അവിടെ കരുതി ചെക്കന്റെ കൈക്ക് പറ്റി. ഇപ്പൊ DD കാണാനില്ല. ഇത്രയും നേരമുള്ള പൂണ്ട് വിളയാടുന്ന DD ഇപ്പൊ കാണാനില്ല. പുള്ളി അവിടെ പോയി അരമണിക്കൂർ മേലാലോ ചെക്കന്റെ കൈക്ക് പറ്റിയിട്ട് സമാധാനം ആര് പറയും? DD ഒരാളുടെ നിർബന്ധത്തിന്റെ വർത്താനം കളി നടന്നത്. ഒരു ചെക്കന്റെ കൈയാണ് നഷ്ടപ്പെടുന്നത്. എന്താണിത്? ആശുപത്രി കൊണ്ടുപോയിട്ട് ചെക്കന്റെ കൈക്ക് ഇവിടെ പറ്റി. അതും ഒരാളോ രണ്ടാളല്ല, 5-6 പേര് കയറി പറഞ്ഞ ഈ വേദിയിൽ പറ്റത്തില്ല, മാറ്റി മാറ്റണം പോയപ്പോ ചെക്കനല്ലേ പറ്റിയത്. ഇവിടെ മാഷന്മാരെ ഓടിക്കാനായിരുന്നു DDക്ക് നിർബന്ധം. എന്നിട്ട് DD എവിടെ? എന്തോരം നേരെ DD എവിടെ?
സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ആദ്യ ദിവസം തന്നെ പ്രശ്നങ്ങളാണ്. കലോത്സവത്തിൽ കോൽക്കളി വേദിയിലാണ് പ്രദർശനം. ചക്കന് കൈ നോക്കിയാ കൈ കൊണ്ടിട്ട് കുട്ടികളെ പറയുന്നത് സ്റ്റേജ് ഒട്ടും യോഗ്യമല്ല, കളിക്കാൻ യോഗ്യമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റേജിൽ കയറിയ ടീമും ഇതുപോലെ ഇവിടെ തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കോൽക്കളി വേദിയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റേജ് മാറ്റണം എന്നാണ് ഇവരുടെ ആവശ്യം. കാരണം ഒരു കുട്ടിയുടെ കൈക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട്. 11 മണിക്ക് തുടങ്ങേണ്ട മത്സരം 12 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. അപ്പോൾ തന്നെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചതാണ്. എങ്കിൽ കൂടിയും വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ ഇടപെട്ടില്ല എന്നൊരു ആക്ഷേപമാണ് ഉയരുന്നത്. സുവി, ഈ പരിക്കേറ്റ കുട്ടിയെ ചികിത്സയ്ക്കും മറ്റുമായി മാറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ അവിടെ മത്സരം മുടങ്ങിയ ഒരു അന്തരീക്ഷം തന്നെയാണ് അല്ലേ? തീർച്ചയായും ഇവിടെ പൂർണ്ണമായും മത്സരങ്ങൾ മുടങ്ങിയ ഒരു സാഹചര്യം തന്നെയാണ്. ഒരു അരമണിക്കൂർ നേരമായി മത്സരം മുടങ്ങിയിട്ട് ഇവിടെ അടുത്ത ടീം കയറിയെങ്കിലും അവരും കളിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഏതായാലും മാധ്യമങ്ങളിലൊന്നും ഈ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പോലീസിന്റെ കനത്ത ബന്ദോബസ്തിലാണ് ഈ സ്ഥലം. സ്വാഭാവികമായും DD ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും ഒരു കൃത്യമായ വിവരം ഇവിടെ നിന്ന് ലഭ്യമാവുന്നില്ല. കോൽക്കളി നടക്കുന്ന വേദി മാറ്റണം എന്നാണ് ഇവരുടെ ആവശ്യം ഉള്ളത്. അശ്വതി, സുവി, ഇത് ഏത് വേദിയിലാണ്, പ്രധാനപ്പെട്ട ഏത് വേദിയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്? അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? അധികൃതർ ആരെങ്കിലും ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഗോപിക, കോൽക്കളി വേദിയിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോൽക്കളി വേദി ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു ആരംഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ അത് ആരംഭിക്കാതെ ഈ സമയത്ത് അത് ആരംഭിക്കാതെ 12 മണി നേരത്തോടെയാണ് ഈ കോൽക്കളി വേദി ആരംഭിച്ചത്. കളി ആരംഭിച്ചപ്പോൾ തന്നെ സ്റ്റേജുമായി ബന്ധപ്പെട്ട് പല ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. കുട്ടികളും രക്ഷിതാക്കളും ടീം മാനേജർമാരും ഉൾപ്പെടെയുള്ളവർ DDക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. കാരണം ഈ സ്റ്റേജ് കോൽക്കളിക്ക് പര്യാപ്തമായതല്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം തെന്നി വീഴുന്നു, അതിന് ഇട്ട കാർപ്പറ്റ് തെന്നി വീഴുന്നു എന്നാണ് കുട്ടികളുടെ ആക്ഷേപം. തുടർന്ന് ഈ കളി കളിച്ച ഒരു കുട്ടിയാണ് വീണ് പരിക്കേറ്റത്. കുട്ടിയുടെ കൈക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് കോൽക്കളി വേദിയിൽ നടക്കുന്നത്. കഴിഞ്ഞ അരമണിക്കൂറായി ഈ മത്സരങ്ങളൊന്നും തന്നെ ഇവിടേക്ക് നടക്കുന്നില്ല. ഒപ്പം തന്നെ ഈ സ്റ്റേജിനകത്തേക്ക്, ഈ വേദിയിലേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. പോലീസിന്റെ കനത്ത ബന്ദോബസ്തിലാണ് കാര്യങ്ങൾ ഉള്ളത്. നേരത്തെ DD വന്നു പോയി എങ്കിലും അദ്ദേഹം പറഞ്ഞത് ഈ കോൽക്കളി വേദിയിൽ നടത്താൻ, അതായത് മാറ്റാൻ പറ്റില്ല എന്നൊരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയതെന്നാണ് പറയുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. DD വന്നിട്ട് കാര്യം എന്താ DD വന്നിട്ട് കാര്യം ചെക്കൻ വീണിട്ട് കൈ കൊണ്ടാണ് DD 9 മണിക്കൂടെ വന്നിട്ട് DDയോട് പറഞ്ഞു സ്റ്റേജ് ഇങ്ങനെ അവസ്ഥയാണ്. DD കേട്ടിക്കേ. DD അപ്പൊ എന്തോ ഒച്ചപ്പാടി. ഇപ്പൊ DDനെ കാണില്ല. 5 ടീം കളിച്ച് 3 ടീം തെറ്റിപ്പോയി. അത് തെറ്റിയെ ഊരി അടിച്ച് വീണിട്ട് ഒരു ചെക്കനെ കൈ കൊണ്ടിച്ച് കുറെ പുറത്തെല്ലാം എന്തോ പണിയുണ്ട്. ഫുൾ അവസ്ഥയില്ലല്ലോ. ഇപ്പൊ ഒറ്റ ടീമിന് കളിക്കൂല. ഹോസ്പിറ്റലിൽ പോയി. കൈ കൊണ്ട്
എന്താ സംഭവിച്ചത്? സംഭവിച്ചത് സ്റ്റേജ് മാറ്റില്ലേ, മാറ്റ് ഫുള്ള് പോയി. അതെന്താ വഴുതാൻ കാരണം? ടൈലാണോ? 3 പീസ് മാറ്റാണ്. അപ്പോൾ പീസ് മാറ്റാകുമ്പോൾ നമ്മൾ സെലോ ടൈപ്പ് കൊണ്ട് ഒട്ടിക്കണം. സെലോ ടൈപ്പ് കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ 12 ആൾക്കാർ സ്പീഡ് കളിക്കുന്ന കളിയാണ്. ഈ നിലാണ്, ഈ നിലത്ത് ഒരു മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 12 ആൾക്കാർ സ്പീഡ് കളിക്കുമ്പോൾ എന്തായാലും മാറ്റ് ഇങ്ങനെ ഇളകും. നമ്മൾ സാധാ കെട്ടിയ സ്റ്റേജല്ല, കെട്ടിയ സ്റ്റേജിലാണെങ്കിൽ അത് ഇളകൂല. ആ മാറ്റ് ആ ഒട്ടിച്ചത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് കെട്ടിയ സ്റ്റേജല്ല, ഇതേപോലത്തെ നില. അപ്പൊ 12 ആൾക്കാർ അതെ, ഇത് 12 ആൾക്കാർ ഒരേ സ്പീഡിൽ കളിക്കുന്ന കളിയുന്നു. അവർക്ക് അത് കളിക്കാൻ തന്നെ പറ്റൂല. ആദ്യമായിട്ട് കളിക്കാൻ പറ്റൂല, സ്പീഡ് കളിക്കാനില്ല. കളിച്ചാൽ തന്നെ ഇത് മാറ്റ് ഇങ്ങനെ ഇളകി വരും. ഇളകി വന്നു കഴിഞ്ഞാൽ കുട്ടികളെ കളി തെറ്റും. കളി തെറ്റുന്നത് എങ്ങനെയാ? വീണ് പോയിട്ട് തെറ്റുന്നത്. എത്ര പേര് വീണു? എല്ലാ ടീമും വീണ്. ഫസ്റ്റത്തെ ടീം ഒന്നാമത്തെ ടീം മാത്രമാണ് ഒരു മെല്ലെ ആള് ഒരു കളിച്ചത്. ഒരു തന്നെ അത് ഒരു ഫസ്റ്റ് എന്തായാലും നീറ്റ് ഉണ്ടാവല്ലോ, പിന്നെ കളിക്കും തോറും അത് പണിയാവും. അതാണ് സംഭവിച്ചത്. ബാക്കി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം രാവിലെ 10 മണി മുതൽ നമ്മൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, മാന്യമായിട്ട് പറഞ്ഞു കൊടുത്തേ, സർ ഇത് മാറ്റിയാൽ നല്ലതാണ്. ഇവരെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും പറഞ്ഞു കൊടുത്തിന്, ഇവരെ കമ്മിറ്റിയിലുള്ള ആൾക്കാരും പറഞ്ഞു കൊടുത്തേ, സാറെ മാറ്റ് മാറ്റിക്കോ, അതാ നല്ലത്, കളിക്കുന്നത് പറഞ്ഞു കൊടുത്തിന്. നമ്മൾ കേട്ടതാ. എന്നിട്ടൊന്നും ഇവര് അത് ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു രാവിലെ ഇവിടെ വന്നപ്പോ. ഇല്ല, നിങ്ങളൊന്നും ഒരു കണ്ണിട്ട ആള്, ഡി ഡി തന്നെ തോന്നുന്നു, ഒരു ചെക്ക് ഷർട്ട് കണ്ണിട്ട ആള്. സ്റ്റേജ് മാനേജറാണോ ഡി ഡി ആണോ എന്നറിയില്ല. നല്ല ഷൗട്ട് ചെയ്തിട്ട് സംസാരിച്ച് ഒരു ടീച്ചറെ പോലും കടത്തി വിടുന്നില്ല. നമ്മോട് പറഞ്ഞ് ഇറങ്ങിപ്പോട്, ഇവിടെ നിൽക്കണ്ട, കുട്ടികൾ മുഴുവൻ വാ. അതെ, കുട്ടികൾ മുഴുവൻ, നമ്മൾ തലശ്ശേരി, കുട്ടികള് മുഴുവൻ വാ, എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യും, അല്ലാണ്ട് നിങ്ങൾ ആരും രജിസ്റ്റർ ചെയ്യിപ്പിക്കൂലെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു. 10:30 മണിക്ക് ഇത് പറയുന്നത്. അതറിയില്ല, നമ്മൾ കുറെ നേരം ഡീഡിനെ കാണുമെന്ന് പറയുന്നു. ഇതുവരെ ഒരു റെസ്പോൺസും ഇല്ല. നമ്മൾ 10:30 മണി മുതൽ ഇവരോട് പറയുന്നുണ്ട്. നമ്മളടുത്ത് പറയുന്നത് നിങ്ങൾ കുട്ടികൾ കളിക്കാൻ വേണ്ടി അവിടെ സ്റ്റേജിനകത്ത് നിൽക്കുന്നുണ്ട്, അവർ കളിക്കില്ല എന്നാണോ പറയുന്നത്? 4 ടീമുണ്ടാവും സ്റ്റേജിന്റെ ഉള്ളിൽ. അവർക്ക് എന്തായാലും ഇപ്പൊ അവിടുന്ന് എന്താ പറയാ, ഈ പ്രശ്നം അവര് ടെൻഷനായി ചെയ്യുക. അടുത്ത കളിക്കേണ്ട ആൾക്കാരാണ്. അവരെ ഒന്ന് പുറത്തിറക്കി തരണം, കുറച്ചു നേരം കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്ത് കളിപ്പിക്കണം. നിങ്ങളുടെ ആവശ്യം എന്താണ്? സ്റ്റേജ് വേദി മാറ്റണം എന്നാണ്. ഇത് ആദ്യം മാറ്റണമായിരുന്നു. ഇപ്പൊ 4 ടീം കളിച്ചില്ലേ, ഇപ്പൊ അവർക്കും പ്രശ്നം ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ അവരെയും കൂടി കളിപ്പിക്കണം എന്നാണ് നമ്മളെ. ഈ ഒരു പെട്ടെന്ന് വേദി മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വേദി മാറ്റണ്ട, ആ മാറ്റ് എടുത്താൽ മതി. മാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ടീമിനും പ്രശ്നം ഉണ്ടാവില്ല. അതാണ് രാവിലെ പറഞ്ഞാൽ വേദി മാറ്റാനല്ല പറഞ്ഞേ. ആ മാറ്റ് 3 സീറ്റ് മാറ്റേ ഉള്ളൂ. നമ്മൾ വരെ വലിച്ചാൽ അതിങ്ങ് വരും, ഒന്നുമില്ല അതിന്റെ മുകളിൽ. അതെടുത്ത് മാറ്റിക്കാൻ എല്ലാവർക്കും വൃത്തിയായിട്ട് കളിക്കാം, ഒരു കുഴപ്പമില്ല. അവിടുന്ന് വീണാലും കുഴപ്പമില്ല, അവിടുന്ന് കളി തെറ്റിപ്പോയാലും ആർക്കും കുഴപ്പമില്ല, ആരെയും പറയൂല. അത്രേ ഉള്ളൂ. അതേ പറഞ്ഞു കൊടുത്താണ്. പറഞ്ഞു കൊടുത്തപ്പോ അവര് ഭയങ്കര ഷൗട്ട് ചെയ്ത് നമ്മളെന്താ ചെയ്യാ? നമ്മളെന്നിട്ട് പോയി സ്റ്റേജ് മാനേജർക്കെതിരെ ആദ്യം പരാതി പോയിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവർ പറയുന്നത് ഈ കാർപ്പറ്റ് ഇട്ടിരിക്കുന്ന കാർപ്പറ്റ് മാറ്റുകയാണ് വേണ്ടത്. കാർപ്പറ്റ് മാറ്റിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു, കളി കൃത്യമായി കളി നടക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് കോൽക്കളി വേദിയിൽ ഉള്ളത്. കോൽക്കളി ഇപ്പോൾ മത്സരം മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 1/4 മണിക്കൂർ നേരമായി ഇപ്പോൾ കളി നടക്കുന്നില്ല. ഏതായാലും വലിയ പ്രതിഷേധമാണ് കോൽക്കളി വേദിയിൽ ഉണ്ടാകുന്നത്. ഏതായാലും ഇവിടെ കോൽക്കളി കളിക്കാനായി എത്തിയ കുട്ടികളുണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. നിങ്ങൾ കണ്ടോ? സ്റ്റേജ് കണ്ടോ? ഇല്ല. സ്റ്റേജ് കണ്ടോ? കളിച്ചിരുന്നോ? ഇല്ല, കളിച്ചില്ല. കളിച്ചവർക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നുണ്ട്, ശരിയാണ്? അറിയില്ല, ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ബാക്ക് സ്റ്റേജിലായിരുന്നു, കണ്ടിട്ടില്ല. മാച്ച് ഇട്ട് കഴിഞ്ഞാൽ കളിക്കാൻ ബുദ്ധിമുട്ടാണോ? സത്യത്തിൽ മടങ്ങിക്കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ്. മടങ്ങിക്കഴിഞ്ഞാല് അത് കാല് തടഞ്ഞാൽ പെട്ടെന്ന് വീഴും. അങ്ങനെയാണോ വീണത്? അങ്ങനെയാ വീണത്. അപ്പൊ നിങ്ങളുടെ ആവശ്യം ഈ മാറ്റ് മാറ്റണം എന്നാണ്? മാറ്റ് മാറ്റണം എന്നാണ്. പക്ഷെ മാറ്റ് മാറ്റി കഴിഞ്ഞാല് അവിടെ ടൈൽസ് ആണ്, ഇതേപോലത്തെ ഇതായി കഴിഞ്ഞാല് സ്ലിപ്പ് ആവും പെട്ടെന്ന്. അതുപോലത്തെ സ്റ്റെപ്പുകളാണ്. അതേപോലത്തെ ഇതാണ്. ഇനി എന്താണ് അതിനൊരു സൊല്യൂഷൻ ഉള്ളത്? അതിന് കാർപ്പറ്റ് ഒന്നല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ളത് നിരത്തി വിരിക്കേണ്ടി വരും, മടങ്ങാത്ത പോലെ. ഇതിപ്പോ ഓരോ സ്ഥലത്ത് ഒട്ടിച്ചു വെച്ച പോലെയല്ലേ, അപ്പൊ കളിക്കാൻ പറ്റിയ മതി. നിങ്ങളായിരുന്നു അടുത്ത് കളിക്കേണ്ടിയിരുന്നത്? അല്ല, അടുത്തതിന്റെ അടുത്തത്. ഇങ്ങനെ മുടങ്ങി കിടക്കുമ്പോ വിഷമമുണ്ടോ? മത്സരം നടക്കാതെ ചെറിയൊരു വിഷമമുണ്ട്. ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുമ്പോ ഒന്ന് മുഷിയും ഒന്ന് കളിക്കുമ്പോഴേക്കും ചിലപ്പോ വയ്യാതൊക്കെ ആവും ചിലപ്പോ.
കുഴപ്പമില്ല, കളിക്കാം. എപ്പോഴാ ഡ്രസ് ചെയ്ത് നിൽക്കുന്നത്? ഡ്രസ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾ 11 മണിക്ക് ഡ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ 11:30ക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് കളി. ഇനി ബാക്കി പിന്നെ തുടങ്ങി. 5ാമത്തെ കളിയാണ് കഴിഞ്ഞത്, അവരാണ് വീണത്. ഞങ്ങളത് 7ാമത്തെ കളിയാണ്. തീരുമാനിച്ചിട്ട് പറയാ പറഞ്ഞു, അവിടെ തീരുമാനിച്ചിട്ട് പറയാ പറഞ്ഞു. അവിടെ സംസാരിച്ചോണ്ടിരിക്കണം എല്ലാവരും കൂടി. അപ്പോ 11 മണിക്ക് ഡ്രസ് ഇട്ടതാണ്. അതായത് 11 മണിക്ക് തന്നെ മത്സരം തുടങ്ങും എന്ന് പ്രതീക്ഷിച്ച് 11 മണിക്ക് തന്നെ ഡ്രസ് ചെയ്തെല്ലാം സ്റ്റേജിൽ എത്തിയ കുട്ടികളാണ്. ഇപ്പോൾ 2 മണി ആകാറായിരിക്കുന്നു സമയം. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ കുട്ടികൾ തന്നെ പറയുന്നുണ്ട്, മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് പീസായിട്ടാണ് മാറ്റ് ഇട്ടിരിക്കുന്നത്. ആ രീതിയിൽ മാറ്റ് ഇട്ടാൽ കളിക്കാൻ സാധിക്കുകയില്ല. മാറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ടൈൽസ് ആണ്, അതും കളിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അതും മാറ്റി പൂർണ്ണമായും രീതിയിലുള്ള ഒരു മാറ്റ് ഇടണം എന്നാണ് കുട്ടികളുടെ ആവശ്യം. ഏതായാലും കോൽക്കളി മത്സരം ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. DD ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റേജിലും മറ്റും പരിശോധനകൾ നടക്കുകയാണ്. അശ്വതി, കോഴിക്കോട് കലോത്സവ നഗരിയിൽ ആദ്യ ദിവസം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളുമാണ്. കലോത്സവത്തിന്റെ കോൽക്കളി വേദിയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം. കാർപ്പറ്റിൽ തെന്നി വീണാണ് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. തുടർന്നാണ് വിദ്യാർത്ഥികൾ കൂട്ടം കൂടി ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. അത്തരത്തിൽ ഉള്ള കാർപ്പറ്റുകൾ മാറ്റണം, കൃത്യമായ സംവിധാനം ഒരുക്കണം എന്നതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. DD അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സുരക്ഷയാണ് അവിടെ നടക്കുന്നത്. അതേസമയം തന്നെ കോൽക്കളി മത്സരം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സുവി വിശ്വനാഥൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. സുവി, കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാൻ കാരണം എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും അത് തന്നെ വേണം ഗോപിക ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ. കാരണം പ്രത്യേകിച്ചും ഈ കോൽക്കളി എന്ന് പറയുമ്പോൾ ചടുലമേറിയ സ്റ്റെപ്പുകളാണ്. വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. ടൈൽസ് മാത്രം ഇട്ടാൽ അതിൽ വഴുതി വീഴാനും തെന്നി വീഴാനുമുള്ള സാധ്യതയുണ്ട്. അതിന് പകരമായിട്ടായിരിക്കണം മാറ്റ് ഇട്ടത്. പക്ഷെ ആ മാറ്റ് ഇട്ടപ്പോഴും ആ മാറ്റ് തെന്നി വീഴും എന്ന ഒരു കാര്യം അധികൃതർ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പെരുമ്പാവൂർ നിന്നുള്ള സൂഫിയാൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. ആ കുട്ടിയാണ് തെന്നി വീണത്. 5ാമതായി കളിച്ച ടീമിലെ കുട്ടിയായിരുന്നു ഇത്. ആ കുട്ടിയുടെ കൈക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഈ കോൽക്കളി വേദിയിൽ ഉയരുന്നത്. മത്സരം നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പറയുമ്പോൾ നമുക്കറിയാം 11 മണിക്കായിരുന്നു ഈ കോൽക്കളി മത്സരം നിശ്ചയിച്ചിരുന്നത്. ഗുജറാത്ത് ഹാളിൽ ബീച്ചിന് സമീപമുള്ള ഗുജറാത്ത് ഹാളിലായിരുന്നു ഈ മത്സരം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആ മത്സരം വൈകിയാണ് ആരംഭിച്ചത്. 11:30-12 മണിയോടുകൂടിയാണ് മത്സരം ആരംഭിച്ചത്. അതിനുശേഷവും മത്സരം തുടങ്ങുമ്പോഴും തുടങ്ങുന്നതിന് മുൻപും പലതരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ കാര്യത്തിൽ, അതായത് ഈ സ്റ്റേജ് മോശമാണ് എന്ന് പരാതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിലെ പരാതി DD ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് പരിഗണിച്ചില്ല, അവഗണിച്ചു എന്നൊരു വിമർശനവും ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും കുട്ടികൾക്ക് മത്സരത്തിൽ കളിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. സ്റ്റേജിനകത്തേക്ക് 2-3 ടീമുകൾ കൂടെ ഇപ്പോഴുണ്ട്. ഏതായാലും DD ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപി, കലോത്സവ നഗരിയിൽ ആദ്യ ദിവസം തന്നെ പ്രശ്നങ്ങളുടെ വാർത്തയാണ് പുറത്തുവിടാനുള്ളത്. കോൽക്കളി വേദിയിലാണ് ഇത്തരത്തിൽ കാർപ്പറ്റിൽ തെന്നി വീണ് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. അവിടെ മറ്റ് വിദ്യാർത്ഥികളൊക്കെ തന്നെ പ്രതിഷേധിക്കുകയാണ്. കോൽക്കളി മത്സരം തടസ്സപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത്. ഗുജറാത്ത് ഹാളിലാണ് കോൽക്കളി മത്സരം നടക്കേണ്ടിയിരുന്നത്. രാവിലെ 11 മണി മുതൽ കുട്ടികളൊക്കെ തന്നെ ഡ്രസ്സപ്പ് ചെയ്ത് കാത്തു നിൽക്കുകയാണ് മത്സരത്തിനായി. ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. രാവിലെ 11 മണിക്ക് തുടങ്ങേണ്ട മത്സരം ആ സമയം മുതൽ തന്നെ വിദ്യാർത്ഥികളൊക്കെ തന്നെ തയ്യാറായി നിൽക്കുന്നു. പക്ഷേ സമയം വൈകി 12 മണിക്ക് തുടങ്ങുന്നു. അവിടെയും പ്രശ്നങ്ങളാണ്. സ്റ്റേജിൽ കാർപ്പറ്റിൽ തെന്നി വീണ് ഒരു കുട്ടിയുടെ കൈ ഒടിയുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം? വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണോ? അവിടെ DEO ഒക്കെ എത്തിയ ഒരു സാഹചര്യമുണ്ടല്ലോ. ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഈ കാർപ്പറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഗോപിക, ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. കോൽക്കളി പൂർണ്ണമായും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കോൽക്കളി മത്സരം
ഗുജറാത്ത് ഹാളിൽ 11 മണിക്കാണ് കോൽക്കളി ആരംഭിക്കേണ്ടിയിരുന്നത്. 2-3 ടീമുകൾ മത്സരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ പരാതിയുമായി പലരും ബന്ധപ്പെട്ടിരുന്നു. സ്റ്റേജില് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് കളിക്കാൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും 5ാമത് ടീമായി മത്സരിച്ച പെരുമ്പാവൂർ ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. സൂഫിയാൻ എന്നു പേരുള്ള 9ാം ക്ലാസ്സുകാരനാണ്. കയ്യിൽ ചോര പൊടിഞ്ഞിട്ടുണ്ട്. ഒടിവുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും കുട്ടിയെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ ഉറപ്പ് തന്നെയാണിത്. ഇവിടെ സ്റ്റേജിലുണ്ടായ പരിപാടിയുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ അതിപ്പോ തന്നെ ജഡ്ജസിനെ അറിയിക്കും. അതിന്റേതായ മാറ്റങ്ങൾ അവിടെ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞാണ്. ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് സ്കൂളിലേക്ക് വിളി വന്നു മോളിന്ന് ഓഫീസിൽ നിന്ന്. ഇനി ഞങ്ങൾ ഇവിടെ മോളിൽ കയറുന്ന ബാക്കിയുള്ള ടീമുകൾക്ക് അത് പ്രശ്നമാവും. ഞങ്ങൾ അതിനെ പിന്നെ അവിടെ സ്റ്റേജിൽ കയറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ ടീമിലെ കുട്ടിയാണ് വീണത്. ഞങ്ങളിവിടെ സ്റ്റേജിൽ കളി തുടങ്ങണേക്കാൾ മുമ്പ് പറഞ്ഞാണ് ഈ ആശാൻ കയറിയതാണ്. ആശാന്റെ കളി ഇത്രയും നാള് ആശാൻ കയറിയതാണ് കളിക്ക്. ആശാൻ പറഞ്ഞാണ് ഈ മാച്ച് പറ്റൂല, തെന്നും ഉറപ്പാണെന്ന് പറഞ്ഞാണ്. അപ്പൊ ഡി പറഞ്ഞു ഒട്ടിച്ചു തരാം, ഓക്കെ ആക്കാന്നൊക്കെ പറഞ്ഞു. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ അത് ശരിയാക്കാൻ നിൽക്കാം. ഒന്നല്ലെങ്കിൽ മാറ്റി കൊടുത്തിട്ട് ക്ലീൻ ചെയ്യണം. ഇത് രണ്ടും നടന്നില്ല. ഒന്നല്ലെങ്കിൽ 3-4 കളി കഴിയുമ്പോൾ മെയിൻറ്റെയിൻസ് ചെയ്ത് കിടക്കണം. ഇത് ഞങ്ങൾ തുടങ്ങണേക്കാൾ മുമ്പ് ടേപ്പിന് ഒട്ടിച്ചു കൊടുക്കലേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. അത്രയും ഇത്ര 6 മാസത്തേക്കുള്ളേ ഒരു 10 മിനിറ്റ് കളിക്ക് വേണ്ടിയാണ് ഈ മാതിരി കഷ്ടപ്പെടുന്നത്. ഇതൊന്നും നടന്നിട്ടില്ല. 6 മാസമായി ഈ മാതിരി ക്ലാസ്സും കളഞ്ഞ് പരീക്ഷയുടെ ഇടക്കും എല്ലാ കാര്യത്തിനും. 10ാം ക്ലാസ്സിലെ പിള്ളേര് ഞങ്ങള് 4 10ാം ക്ലാസ്സാ. ഇതൊന്നും നടന്നിട്ടില്ല. എന്തിനാ ഞങ്ങളെ മത്സരിക്കാൻ വീണ അവന്റെ കൈക്ക് ഇതായി. ഇനി അവനെ കൊണ്ട് ഒടിവുണ്ട് അറിയാൻ പാടില്ല. അത് കൊണ്ടുപോയിട്ടുള്ളൂ. അതിനല്ലേ അവന് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ 11 പേര് വെച്ച് കളിക്കാൻ പറ്റില്ല. 12 ആളിനായിട്ട് കളിക്കാൻ പറ്റില്ല. കോലി നിർബന്ധമാണ്. സബിനെ ഇറക്കാനും അതാ കളിയുടെ ഇടയിൽ ഇതുമ്മ തട്ടി തന്നെ വീണത്. ആ കസാരമ കൊള്ളുകയും ചെയ്തു കൈ. ഓക്കെ, ഏതായാലും ഈ ടീം പെരുമ്പാവൂർ ഏത് സ്കൂളാണ്? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കോൽക്കളി വേദിയിലാണ് ഇത്തരത്തിൽ വീണ് പരിക്കേറ്റിരിക്കുന്നത് ഒരു കുട്ടിക്ക്. അവിടെ നിന്നുള്ള വാർത്തയും വിശദാംശങ്ങളും ദൃശ്യങ്ങളുമാണ് സുവി വിശ്വനാഥൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.